ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടേക്ക് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ റംസാനിലെ മോർണിംഗ് റൊട്ടീനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് സ്കൂളുള്ളതാണ്. അപ്പോൾ അവരെ വിളിച്ചുണർത്താണ് കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. ഷിബിലി മോന് പിന്നെ സുബഹി നിസ്കരിച്ചിട്ട് കടന്നുറങ്ങിയതാണ് കേട്ടോ. അവന് അലാറം വെച്ചിട്ടോ കടന്നുറങ്ങുക. എന്നാലും സമയമായി കഴിഞ്ഞാൽ അലാറം അങ്ങനെ അടിക്കുന്നുണ്ടാവും, അവനങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും. പിന്നെ ഞാൻ വിളിച്ചുണർത്താൻ ചെന്നാൽ കേട്ടോ അവൻ എണീക്കുക. സുബഹി നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയിട്ട് അവന് കിടക്കുമ്പോഴേ ആവും 6-6:15 കേട്ടോ. പിന്നെ കുറച്ച് ടൈമല്ലേ കിടക്കാൻ കിട്ടുന്നുള്ളൂ. നോമ്പാകുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉറക്ക കുറവാണല്ലോ. എന്നാലും സ്കൂൾക്ക് പോകാൻ ടൈം ആകുമ്പോൾ എണീക്കും, കുളിക്കും, പോകും. കുളിയൊക്കെ പോകാൻ പെട്ടെന്ന് ചട്ടപ്പട കഴിച്ചുകൊണ്ട് ഒറ്റ പോക്കാണ് കറക്റ്റ് സ്കൂൾ വണ്ടി പോകുമെന്നുള്ള ലെവലിലാണ് ആ പോക്ക് കിട്ടുക. പിന്നെ ഫിനിമോൾക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ, ഇടയ്ക്കെല്ലാം നോമ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഏതായാലും സ്കൂളില്ലാത്ത ദിവസം നോമ്പ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാട്ടോ അവളോട്. എങ്ങനെയായാലും ഷിബിലി മോൻ എണീക്കുന്നതിന് മുന്നേ അവൾ എണീക്കൂട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കൂടുതലൊന്നും വിളിക്കേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. അവൻ എണീച്ച് കിട്ടാനാണ് പണി. പിന്നെന്താണെന്ന് വെച്ചാൽ അവൾക്ക് കുറച്ച് നേരത്തെ എണീക്കും വേണമല്ലോ, ചായയൊക്കെ കുടിക്കണം, കുളിക്കണം, അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ മുടിയൊക്കെ കെട്ടണ്ട, അപ്പോൾ പിന്നെ സമയം പിടിക്കല്ലോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ഞാനൊന്ന് വിളിച്ചുണർത്തിയിട്ട് മുറ്റടിച്ച് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ സുബഹി നിസ്കരിച്ചിട്ട് കിടക്കാറില്ല കേട്ടോ, കാരണം ടൈമില്ലല്ലോ. ഞാൻ എൻ്റെ നിസ്കാരം ഖുർആനത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ടൈമൊക്കെ ആവട്ടെ ഏകദേശം. അപ്പോൾ പിന്നെ എൻ്റെ പണിയൊക്കെ നിൽക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ പണികളൊക്കെ അവിടെ ഇട്ടുകൊണ്ട് പിന്നെ കിടന്നുറങ്ങിയാലൊന്നും ഉറക്കം കിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. പിന്നെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് പിന്നെ അടുക്കളയിൽ രാവിലെ കൂടുതൽ പണികളൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് അടിച്ചു വരിക, തുടക്കുക, പിന്നെ അലക്കുക, അതൊക്കെയല്ലേ ഇപ്പോഴത്തെ രാവിലത്തെ പണികൾ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറിയിട്ട് പിന്നെ കുറച്ച് കൂടുതൽ നേരം ഓതും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിനിമോൾക്ക് നോമ്പില്ലാത്ത ദിവസം അവൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. കൂടുതലായിട്ട് ഞാൻ അവൾക്കായിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം എന്നും എന്തെങ്കിലുമായിട്ട് നമ്മൾക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ല. ആ ഭക്ഷണം എങ്ങനെ ആയാലും ബാക്കിയാവും കേട്ടോ. അപ്പോൾ പിന്നെ അത് കൊടുക്കും, അവളും അത് മതിയെന്ന് പറയും കേട്ടോ. ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കണമെങ്കിലും കൂടുതൽ ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ, കൂടുതൽ ബാക്കിയായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിന്നാൻ ആളില്ലല്ലോ, ഒരു ഫിനിമോളല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ മുറ്റം ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ അവൾ എണീറ്റ് വന്നിട്ടോ. ഓർക്കത്തുനിന്ന് എണീറ്റല്ല, മുഖമൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവളോട് ഞാൻ ബ്രഷ് ചെയ്യാനും കുളിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്കുള്ള കറിയൊക്കെ ചൂടാക്കാണ്. പിന്നെ കറി ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 പൊറാട്ട നിലത്ത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊറാട്ട കണ്ടപ്പോഴേ അവൾ പറയാൻ തുടങ്ങിയിട്ടോ, സ്കൂൾക്ക് ഒന്ന് പൊറാട്ട മതി എന്ന് പറയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് സ്കൂൾക്ക് ഒന്നാ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്, അതിൽ അവൾ ഒന്നല്ലേ കഴിക്കുള്ളൂ. സ്കൂളിൽ ഫുഡൊക്കെ അവർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പൊറാട്ട കണ്ടപ്പോൾ ഒരു ആഗ്രഹമായിട്ടായി. എന്നാൽ പിന്നെ ഈ സ്കൂൾക്ക് പൊറാട്ട തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് 2 ചൂടാക്കി. ഞാൻ അതൊക്കെ ചൂടാക്കി വന്നപ്പോഴേക്കും അവൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ്. കറി ഗ്രീൻ പീസ് കൊണ്ട് കുറുമക്കറി വെച്ചതാണ് കേട്ടോ. അത് തേങ്ങാക്കറിയല്ല. അപ്പോൾ പിന്നെ അവൾക്ക് തേങ്ങാക്കറി നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് എന്ത് ചോറാണെന്നുണ്ടെങ്കിലും കടിയാണെന്നുണ്ടെങ്കിലും അവൾക്ക് കറി നല്ലോണം വേണം കേട്ടോ. അങ്ങനെ അവൾ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്കൂൾക്കുള്ളത് ഞാൻ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അവൾ എന്നോട് പറയും, ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണട്ടെ വെക്കുന്നതെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 കടി വെക്കുമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ 1 മതി എന്നൊക്കെ പറയാണ് കേട്ടോ. പൊറാട്ട ആകുമ്പോൾ പിന്നെ 1 തന്നെ മതിയല്ലോ. അങ്ങനെ സ്കൂൾക്കുള്ളതൊക്കെ പാർസലാക്കി ബാഗിൽ വെക്കുകയാണ് കേട്ടോ. അവളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്ക് ഞാൻ അവൾക്കുള്ളതൊക്കെ ബാഗിലാക്കി. ഷിബിലി മോൻക്ക് പിന്നെ നോമ്പായത് കൊണ്ട് പിന്നെ ഇതൊന്നും വേണ്ടല്ലോ. അപ്പോഴേക്കും പിന്നെ ഷിബിലി മോൻ എണീറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ഇവിടെ മുടി കെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. മുടി ഞാൻ നല്ല രീതിക്ക് അവൾ കെട്ടി പറഞ്ഞയച്ച് കഴിഞ്ഞാലും തിരിച്ച് വരുമ്പോൾ മുടി ഇതുപോലെ ഒന്നും ആവില്ല കേട്ടോ. മുടി കെട്ടുമ്പോൾ അവളെന്താ പറയണത് അറിയാം, എനിക്ക് സിമ്പിൾ കെട്ടിയാൽ മതി, മുടി എനിക്കൊന്ന് മഫ്ത ഇടാനുള്ളതാണെന്ന് കേട്ടോ പറയുന്നത്. എന്നാൽ പിന്നെ മഫ്ത തന്നെ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചു. അവൾ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം കേട്ടോ, ആൺകുട്ടികൾക്ക് നല്ല സുഖമാണ്, ഡ്രസ്സ് മാറ്റിയാണ് പോയാൽ മതി. പെൺകുട്ടികളാകുമ്പോൾ മുടി കെട്ടണം, മഫ്തയും ഷാളൊക്കെ ഇടണ്ടേന്നൊക്കെ കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ കേട്ടോ മഫ്ത ഇട്ടുകൊണ്ട് പോവാറ്, തിരിച്ച് വരുമ്പോൾ പിന്നെ മഫ്ത ഒന്നും ഉണ്ടാവില്ല, മഫ്തൊക്കെ ബാഗിലായിരിക്കും കേട്ടോ. അങ്ങനെ അവൾ റെഡി ആയതിൻ്റെ ശേഷം ഷിബിലി മോന് ചിരിപ്പിക്കുകയാണ് കേട്ടോ. നോക്കട്ടെ കാണാൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവന് പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് വന്നാലും അവളെ ഓരോരോ പേര് വിളിച്ചിട്ട് ഓരോരോ കോമഡി പറയും കേട്ടോ. അങ്ങനെ അവൻ്റെ ഡ്രസ്സ് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വാർന്നിട്ടുണ്ട്. മുടി ബാക്കിൽക്കൊന്നും റെഡി ആയിട്ട് വാർന്നിട്ടില്ല കേട്ടോ. എത്ര ധൃതിപ്പെട്ട സമയമാണെന്നുണ്ടെങ്കിലും അവന് വാച്ചും മോതിരം ഇടാതെ സ്കൂൾക്ക് പോകില്ല കേട്ടോ. അതൊന്നും ഇടാനൊന്നും ടൈമില്ല അവനക്ക്. അത് പിന്നെ പോക്കറ്റിലും വെച്ചുകൊണ്ട് ഓനെ ഓടുകയാണ് കേട്ടോ. അപ്പോഴാണ് ഫിനിമോള് പറഞ്ഞത് വാച്ച് ഇട്ടിട്ടില്ല എന്ന്. അങ്ങനെ അവളത് റെഡിയാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അവൾക്ക് അവനെ കാത്തുക്കാനൊന്നും സമയമില്ല കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ പറയാം, ഉമ്മച്ചി നിങ്ങളും കൂടെ വരി ഇന്ന് ബസ് കയറ്റിനോടത്തേക്കെന്ന് പറഞ്ഞിട്ട് എന്നെ കാത്തു നിൽക്കാട്ടോ അവൾ. നമ്മളെ വീടിൻ്റെ ഇങ്ങോട്ട് വണ്ടി വരില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സ്കൂൾ വണ്ടികളുടെ തിരക്കാവും. അപ്പോൾ ചെറിയ വളവാളാണ് കേട്ടോ. റോഡ് സൗകര്യം കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ വണ്ടികളൊക്കെ തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നടക്കണം കേട്ടോ വണ്ടി കയറുന്നിടത്തേക്ക്.
അങ്ങനെ ദേ ഓരോരോ സ്കൂൾ വണ്ടികൾ വരാൻ തുടങ്ങിയിട്ടാ. അവർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നൊന്നും ഇവർ വണ്ടി കയറുന്നതൊക്കെ വരാറില്ല കേട്ടോ. ഇവർ തന്നെ പോക്കാണ്. ഇന്ന് പിന്നെ നോമ്പും അല്ലേ, രാവിലെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞപ്പോൾ വന്നു. ഇവിടെ നിന്ന് കയറാൻ തന്നെ ഒരു 5-8 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ആ കുട്ടികളൊക്കെ മുകളിൽ പോയിട്ട് കയറിക്കാണ് കേട്ടോ വണ്ടി. അതാണ് ആ കുട്ടികളൊന്നും ഇവിടെ കാണാത്തത്. ഇവിടുന്ന് ഇപ്പം ഇന്ന് ഇവർ 3 പേരേറ്റേ ഉള്ളൂ. അങ്ങനെ അതെ അവരെ വണ്ടി വരുന്നുണ്ട്. അങ്ങനെ ദേ 8:50 വണ്ടി വരെ, 8:45 നമ്മളവിടെ എത്തിയത്. അവിടെ എത്തിയ ആ സ്പോട്ടിൽ തന്നെ വണ്ടി വന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അവർ റാഹത്തായി സ്കൂളിൽ പോയിട്ടോ. അതിന് ശേഷം ഇതാ പുതപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാണ് കേട്ടോ. എന്നും അവൻ എണീറ്റാൽ റെഡിയാക്കി വെക്കാറുണ്ട്. പക്ഷേ അവനക്ക് ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ റെഡിയാക്കുകയാണ് കേട്ടോ. ഷിബിരിമോന് സ്കൂൾക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പോകുമ്പോഴത്തെ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. കാരണം നോമ്പായതുകൊണ്ട്. കാരണം വീട്ടിലായി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലല്ല. അപ്പോൾ പിന്നെ ചൂടൊന്നും അറിയില്ലല്ലോ. പുറത്തിറങ്ങുമ്പോഴല്ലേ ചൂടറിയുന്നത്. അപ്പോൾ പിന്നെ അത്യാവശ്യം ചൂടൊക്കെ ആയി തുടങ്ങിയില്ലേ. നമ്മുടെ വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും ചൂട് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷീറ്റിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ലിച്ചിമരവും മാവുമരം. വെയിൽ ഷീറ്റുമ്മക്കല്ലല്ലോ തട്ടുന്നത്, മരത്തിന്മക്കല്ലേ. അപ്പോൾ പിന്നെ ചൂട് കുറവുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം അലക്കാനുള്ളത് കൊണ്ടുവിടാണ് കേട്ടോ. പിന്നെ അടിച്ചു വരാൻ വേണ്ടി നിൽക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒതുക്കാനുള്ളതൊക്കെ ഒന്ന് ഒതുക്കാണ് കേട്ടോ. ഫിനിമോള് കളിച്ചിരുന്ന കളിക്കോപ്പൊക്കെയാണ് കേട്ടോ സ്റ്റെപ്പുമ്മ ഇരിക്കുന്നത്. അത് എന്നും അവൾ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നടി വെക്കാറുണ്ട്. പക്ഷെ മറന്നതാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അടുക്കി വെക്കാണ് കേട്ടോ. അങ്ങനെ അടുക്കി വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങാണേ. അങ്ങനെ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടോ. അതിന് ശേഷം കുറച്ച് മീൻ ഉണ്ടായിരുന്നു, അതൊന്ന് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. മീൻ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊണ്ടുവന്ന പിന്നെ ചൂത ഉണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വത്തലും കുറച്ച് മാന്തളും ആയിരുന്നു. മീൻ പിന്നെ പുലർച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാട്ടോ. അത് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പോഴൊന്നും ഉണ്ടാക്കില്ല, അത് ആ ടൈമിലായിട്ട് ഉണ്ടാക്കുള്ളൂ. അങ്ങനെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് മസാല തേച്ച് വെച്ചിട്ടോ ചൂത. പിന്നെ മറ്റേത് കറി വെക്കാന്നുള്ള ലെവലിൽ അത് അങ്ങനെയും വെച്ചു. അതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇടാണ് കേട്ടോ. ഡെയിലി അലക്കി കഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ. അലക്കാൻ സമയത്ത് ഒരുപാടുണ്ടാവും. അങ്ങനെ അതെ കുറച്ച് ലിക്വിഡും കുറച്ച് സർഫും കൂടിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ആണ് ഓൺ ആക്കിട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ തുടക്കാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പുറത്ത് അടുക്കള ഇല്ലേ, അതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഇവിടെ അരിയും പൊടിയൊക്കെ വെക്കാറാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുത്തു. അപ്പോൾ അലക്കൽ അവിടെ മെഷീൻ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ തുടക്കലും ചെയ്യുന്നുണ്ട് കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട ഡ്രസ്സൊക്കെ അതൊക്കെ റെഡി ആയിട്ടാണ്. ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ വെയിലല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ അയൽമ കിടന്ന് ഉണങ്ങിയാൽ മതി, ലാക്കത്തിന് മതി. അങ്ങനെ ഇതേ അവിടെയൊക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞു. ഈ മാക്സി പിന്നെ നമ്മൾ അലക്കുമ്പോൾ ഇടുന്ന യൂണിഫോം മാക്സിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അപ്പോൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.